എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. T20 വേൾഡ് കപ്പ് ഇന്ത്യ സ്വന്തമാക്കി. ഇനി ഇന്ത്യയുടെ അടുത്ത മത്സരത്തിനായാണ് ആരാധകർ കാത്തിരിക്കുന്നത്. 5 T20 മത്സരങ്ങളാണ് ഇന്ത്യ സിംബാബ്വേക്കെതിരെ കളിക്കുന്നത്. ജൂലൈ 6 ശനിയാഴ്ച മുതലാണ് ഈ T20 പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുന്നത്. ഇന്ത്യയുടെ എ ടീം ആയിരിക്കും ഇതിനുവേണ്ടി സിംബാബ്വേയിലേക്ക് പറക്കുന്നത്. ലോകകപ്പിൽ ഉണ്ടായിരുന്ന എല്ലാ താരങ്ങൾക്കും BCCI റെസ്റ്റ് അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ മൂന്നാം T20 മുതൽ മലയാളി താരമായ സഞ്ജു, ജയ്സ്വാൾ, ദുബെ എന്നിവർ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തും. അപ്പോൾ ഇന്ത്യ സിംബാബ്വെ ആദ്യ മാച്ചിന്റെ കംപ്ലീറ്റ് പ്രിവ്യൂ അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇനി ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരിക്കുന്നത് സിംബാബ്വെ പര്യടനത്തിനായി ആണ്. സീനിയർ താരങ്ങൾക്ക് റെസ്റ്റ് അനുവദിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ശുഭ്മൻ ഗിൽ ആയിരിക്കും ഇന്ത്യയുടെ ക്യാപ്റ്റൻ. വിക്കറ്റ് കീപ്പറായി സഞ്ജുവിന് പകരം ജൂറൽ ഇന്ത്യൻ ടീമിൽ ഉണ്ടാകും. ഓപ്പണിംഗിൽ ഗില്ലിനൊപ്പം അഭിഷേക് ശർമ്മ ആയിരിക്കും ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. 3-ാം നമ്പറിൽ സായി സുദർശൻ ഇറങ്ങുമ്പോൾ 4-ാം നമ്പറിൽ റിയാൻ പരാഗ് കളിക്കും. ഫിനിഷർ റോളിൽ റിങ്കു സിംഗ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. അതുപോലെ ബൗളിംഗിൽ ആവേശ് ഖാൻ, മുകേഷ് കുമാർ തുടങ്ങി താരങ്ങളാണ് ഇന്ത്യൻ നിരയിൽ ഉള്ളത്. മൊത്തത്തിൽ ഒരു അടിമുടി മാറ്റവുമായിട്ടാണ് ഇന്ത്യ സിംബാബ്വേക്കെതിരെ ഇറങ്ങാൻ പോകുന്നത്. സിംബാബ്വെ ഒരു ചെറിയ ടീമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ പരമ്പര തൂത്തുവാരും എന്നത് ഉറപ്പാണ്. 3-ാം T20 മുതൽ സഞ്ജുവും ഇന്ത്യൻ ടീമിനോടൊപ്പം ഉണ്ടാകും. വേൾഡ് കപ്പ് പ്ലേയിങ് 11-ൽ സഞ്ജുവിന് അവസരം കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സീരീസിൽ സഞ്ജു തകർത്തിരിക്കും എന്നത് ഉറപ്പാണ്. സോണി ലിവ് ചാനൽ വഴിയായിരിക്കും ഈ മത്സരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വൈകിട്ട് 4:30 മുതലാണ് മത്സരം നടക്കുന്നത്. അപ്പോൾ സിംബാബ്വേക്കെതിരെയുള്ള ആദ്യ T20യിൽ ഇന്ത്യയുടെ സാധ്യത 11 നോക്കാം. ഗിൽ, അഭിഷേക് ശർമ്മ, സായ് സുദർശൻ, റിയാൻ പരാഗ്, ജൂറേൽ, റിങ്കു സിംഗ്, വാഷിംഗ്ടൺ സുന്ദർ, ആവേശ് ഖാൻ, രവി ബിഷ്ണോയ്, മുകേഷ് കുമാർ, ഖലീൽ അഹമ്മദ്. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11. 3-ാം T20 മുതൽ സഞ്ജുവും ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തുന്നതോടെ ഇന്ത്യൻ ടീം കൂടുതൽ ശക്തിയാകും. അപ്പോൾ സിംബാബ്വേക്കെതിരെയുള്ള ആദ്യ T20ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.